എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് ബണ്ണിൻ്റെ റെസിപ്പി നോക്കാം. സാധാരണ നമ്മൾ വൈറ്റ് കളറിലുള്ള ബണ്ണാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ബണ്ണ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള അകത്ത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു അടിപൊളി ബണ്ണാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബൺ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതിയാകും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതായത് മധുരം ഒന്നും ഇല്ലാത്ത കൊക്കോ പൗഡറാണ്. അപ്പം 2 ടേബിൾ സ്പൂൺ മതിയാകും ഈ ഒരു അളവിന്. ഇനി നമുക്ക് ഈ ഒരു കൊക്കോ പൗഡറും ഈ ഒരു മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. കാരണം നമ്മളിത് നന്നായിട്ട് കുഴച്ചിട്ടാണ് ഈ ഒരു ബണ്ണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഈ ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബണ്ണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 120 ml ചെറിയ ചൂടുള്ള പാലാണ് വേണ്ടത്. ചെറിയ ചൂടുള്ള പാലോ ചെറിയ ചൂടുള്ള വെള്ളമോ നിങ്ങൾക്ക് എടുക്കാം. വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിൽ ഇട്ട് കൊടുത്താൽ ഈ ഒരു ബണ്ണ് നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിതിലേക്ക് പാലും ചെറിയ ചൂടുള്ള പാലും പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് എന്ന് പറയുമ്പം 2 രീതിയിൽ ഈസ്റ്റ് ഉണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റും ഉണ്ട്, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും ഉണ്ട്. വളരെ ചെറിയ തരികളുള്ള ഈസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ മാവിട്ട് ഇതിലേക്ക് കുഴയ്ക്കാം. വലിയ തരികളുള്ള ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 8 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഫെർമെൻ്റായിട്ട് കിട്ടുക. ഇനി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വാനില എസൻസ് ആണ്. ഈ ഒരു ബണ്ണിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബട്ടർ ആണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകുന്നവരെ കുഴക്കണം. ഒരു 15 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നല്ല പഞ്ഞി പോലുള്ള ബണ്ണ് നമുക്ക് കിട്ടുള്ളൂ. കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ വെച്ചോ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും 15 മിനിറ്റ് കൈ വെച്ചായാലും മെഷീൻ വെച്ചായാലും വേണം. ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സറിലാണ് ഈ ഒരു ബണ്ണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡ് മിക്സിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും മറക്കാതെ കാണാം. അപ്പോൾ ബ്രെഡൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഈ ഒരു ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. ഒരുപാട് കട്ടിയാവുകയാണെങ്കിൽ ഈ ഒരു ബണ്ണ് സോഫ്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ ബണ്ണുണ്ടാക്കുമ്പോൾ എപ്പോഴും ഈസ്റ്റ് ചേർത്തിട്ട് ബണ്ണുണ്ടാക്കുന്നതാണ് ആ ഒരു അടിപൊളി ടെക്സ്ചറിൽ വരിക. ബേക്കിംഗ് പൗഡർ ഇട്ട ബണ്ണാണെങ്കിൽ ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടില്ല, ഈ ഒരു ടേസ്റ്റും കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ബണ്ണിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മാവാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് മാറ്റി വെക്കുമ്പോൾ ചെറിയ ചൂടുള്ള സ്ഥലങ്ങളിൽ മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് ഡബിളായി കിട്ടും. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വെറും 1 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് ഡബിളായി കിട്ടും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ എടുക്കും. ചില സ്ഥലങ്ങളിൽ അതിൽ കൂടുതൽ സമയം എടുക്കാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇത് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് ഇത് കുഴച്ചെടുക്കാം. ഒരുപാടൊന്നും ഇട്ട് കുഴക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ എയർ ബബിൾസ് ഒന്ന് കളഞ്ഞാൽ മതി. ഇനിയാണ് നമ്മൾ ഈ ഒരു ബണ്ണിൻ്റെ ഷേപ്പിലേക്ക് ഈ ഒരു മാവ് മാറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്കിത് ബണ്ണാക്കി എടുക്കാം. ഇത് ബണ്ണ് തന്നെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ബ്രെഡാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് ഫോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇതുപോലെ 7
ഈക്വലായിട്ടുള്ള ഉരുളകളാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഇനി വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഉരുളകളാക്കുക. അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് വെക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതുപോലെ വെക്കുകയാണെങ്കിൽ അകത്ത് നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുക്കിംഗ് ചോക്ലേറ്റ് ആണ്. ഇത് മധുരമുള്ള കുക്കിംഗ് ചോക്ലേറ്റ് ആണ്. 100 ഗ്രാം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും കുക്കിംഗ് ചോക്ലേറ്റ് ഫില്ല് ചെയ്യുന്നതാണ് നല്ലത്. സാധാരണ നമ്മൾ അല്ലാതെ കഴിക്കുന്ന ചോക്ലേറ്റിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ കുക്കിംഗ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഉരുളകളുടെ ഉള്ളിൽ ഇത് ഫില്ല് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു ഉരുളയ്ക്കുള്ളിൽ ഫില്ല് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഉരുള ഒരു ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ബലം പ്രയോഗിക്കാതെയാണ് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ ഒരു ചോക്ലേറ്റിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ആലു പൊറോട്ട ഒക്കെ തയ്യാറാക്കുന്ന പോലെ ഇതൊന്ന് ഹോൾഡ് ചെയ്ത് എടുക്കാം. അതിനുശേഷം വീണ്ടും ഉരുട്ടി സ്മൂത്താക്കുക. ഒരുപാട് ബലം കൊടുക്കരുത്. ബലം കൊടുത്താൽ ഇത് ഹാർഡായി പോവും. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഏത് ബേക്കിംഗ് ട്രേയിലാണോ എടുക്കുന്നത് അതേ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് വെക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ടോ കവർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ എല്ലാം നമ്മളിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനി റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നുകൂടെ വലുതാകും. അപ്പോഴാണ് ആ ഒരു ബണ്ണിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഒരു ട്രെയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിലെടുക്കാം. ഇനി വട്ടത്തിലുള്ള കേക്കിൻ്റെ ടിന്നാണെങ്കിലും മതിയാകും. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ബണ്ണെന്ന് പറയുന്നത് ഒരു കേക്കിൻ്റെ ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്. അതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കിത് അവനില്ലാതെയും ബേക്ക് ചെയ്തെടുക്കാമെന്നാണ്. അവനില്ലാതെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം. പ്രഷർ കുക്കർ മെത്തേഡോ സോസ് പാനിലെ മെത്തേഡോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനിടുക ഓവൻ. OTG ഓവൻ ആണെങ്കിൽ 2 കോയിലും ഓണാക്കിയിട്ടുള്ള ഓപ്ഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ഈ ഒരു ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് 20 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി ഇത് 20 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ ബണ്ണ് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ബേക്കായി ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ബണ്ണിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ ഈ ഒരു ബണ്ണെടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു നനഞ്ഞ ടവൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല മോയിസ്റ്റായിട്ട് തന്നെ ഈ ഒരു ബണ്ണ് ഇരിക്കും. നമ്മൾ എടുത്ത പാടെ തന്നെ ഇതുപോലെ ഒരു ബട്ടർ വെച്ചിട്ടൊന്ന് തടവി കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണാണ്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ബണ്ണാണ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബണ്ണ് വൈറ്റായിട്ട് തയ്യാറാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്താലും മതിയാകും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ചൂടായിട്ട് തന്നെയാണ് ഈ ഒരു ബണ്ണുള്ളത്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒന്ന് മുറിച്ച് നോക്കാം. ഓവനിൽ എടുത്ത പുറകെയാണ് നമ്മൾ ഈ ഒരു ബണ്ണ് കട്ട് ചെയ്ത് നോക്കുന്നത്. നല്ല ചൂടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണാണ്. അകത്ത് ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് അതായത് കൊക്കോ പൗഡറിൽ കുറച്ച് ഉപ്പ് പോലെയാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു കയ്പ്പ് ഇല്ലാതാകുന്ന രീതിയിൽ മധുരം ചേർത്തിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്